അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ളവരാരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ കഴിയില്ല. കിട്ടുമെന്ന് പറഞ്ഞാ കിട്ടുമല്ലോ, പോകുമെന്ന് പറഞ്ഞാ പോകുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹു അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയുമോ സൂചിപ്പിക്കലോ അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ, മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിച്ചവനെ പ്രവാചകം പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് നിലനിൽക്കണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലർക്കും സമ്പത്തുണ്ട്, പട്ടിണിയില്ലാതെ കടന്നു ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ദാരിദ്ര്യമില്ല. പക്ഷേ ഈ തന്നത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ കൈ കൊണ്ട് പടച്ചവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ്. ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈ കൊണ്ടുള്ള പ്രയോജനം. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ. നടക്കാൻ കാലാണെങ്കിലും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിൽക്കണം. അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ. പാപ്പാ, നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ, നിങ്ങളുടെ കാലിന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. അല്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിൽ കിടന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് പറയണം, അല്ലാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ, അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ, 100 കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ? ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒളിവെടുക്കാൻ എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ആരോഗ്യം വേണം, ആഫിയത്ത് വേണം. അല്ലാതെ എന്ത് കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾ അത് കണ്ണാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ 2 കിഡ്നികളുണ്ടല്ലോ. ഏതെങ്കിലും തകർന്നു പോയാൽ, ആ കിഡ്നി അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, അതിൻ്റെ പ്രവർത്തനം അങ്ങ് തീർന്നു പോയാൽ പിന്നെ ഒരു തുള്ളി മൂത്രമില്ലല്ലോ. ശരീരമങ്ങ് വിയർക്കുകയാ, വയറുവല്ലാതെ വീർക്കുകയാണ്, വളരെ പ്രയാസമാണ്, ശ്വാസം മുട്ടൽ തുടങ്ങുകയാണ്, അവസാനം കൊണ്ടുപോയി ഡയാലിസ് ചെയ്യുകയാ. കിഡ്നിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പടച്ചവനെ കൊണ്ടുപോകണം, ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം, മാറ്റി വെക്കാൻ പോകുമ്പോൾ ലക്ഷങ്ങൾ. അപ്പം അല്ലാഹ് തരുന്നതിൻ്റെ അല്ലാഹ് തന്നതിൻ്റെ വില മനസ്സിലാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം ഇങ്ങനെ നടക്കുക, കാറ്റും പറത്തി കട്ടം പിടിയലിച്ച് ഇങ്ങനെ നടക്കുക പള്ളിയുടെ മുമ്പിൽ കൂടെ. കിഡ്നി പോകണം, മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം? ഇങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും, ലക്ഷങ്ങൾ ചോദിക്കും. 20, 12, 15, 20 ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക്. ഇത്രയും കൊല്ലം അത് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അല്ലാഹുവിടെ അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സമയമില്ല. കരള് റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ് കരള്. ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെയൊക്കെ വരുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്നറിയോ? രക്ഷപ്പെടുന്നുണ്ടോ? രക്ഷപ്പെടുമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തും അല്ലാഹു നമുക്ക് നൽകിയത്
കാലിന് ഒരു കാല് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അള്ളാഹു മരിക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എത്രയോ പേര് നമ്മുടെ ഈ പായിപ്പാട് തന്നെ ഒരു സഹോദരൻ കിഡ്നി മാറ്റി വെക്കുന്നുണ്ട്. ഷായ് എന്ന സഹോദരൻ, നിങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാ അതൊക്കെ നല്ല രീതിയിൽ നടന്നു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അദ്ദേഹം ഇപ്പോഴൊരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു, ഉസ്താദ് ഞാനായിരുന്നു ഷായ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. അങ്ങനെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തി കടന്ന് വിളിച്ച് റബ്ബേ അങ്ങനെ എങ്ങനെ പടച്ചവനെ രക്ഷപ്പെടുത്തി കരയിൽ കയറി വന്നപ്പം പറയാം നിൻ്റെ പണി നോക്കിക്കോളാം, കാര്യം കാണുന്നത് വരെ രാമായണ, കാര്യം കടന്ന അവനെ പൂരം. അതന്നെ പലർക്കൊക്കെ പലതും വരുമ്പോൾ അള്ളാഹയും വിളിക്കും, എല്ലാവരെയും വിളിക്കും, കാര്യം കാണണ്ടേ എല്ലാം വിളിക്കും, കഴിഞ്ഞു കഴിഞ്ഞാലോ കഴിഞ്ഞു. അങ്ങനെ നടക്കുന്നവരുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കിഡ്നിയും കരളും എൻ്റെ ഒരു സുഹൃത്ത് തന്നെ തങ്ങൾ നമ്മുടെയൊക്കെ മജ്‌ലിസിൽ ഒരുപാട് ദുആ ചെയ്തതാണ്. അദ്ദേഹം മണ്ണിനടിയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു, പിന്നെ പറയുക 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന്. ഇതെന്താ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ലെൻസിന് അല്ലേ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങിപ്പോകാൻ എത്ര പേര് വലിയ പ്രയാസത്തിൽ. അപ്പം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കയ്യും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവ്വതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട വഴി എന്താണ് മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈദിന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യനപടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ആ നിഅമത്ത് നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ കച്ചവടത്തിൽ എന്നും ബർക്കത്ത് വേണോ? കടയ്ക്കകത്ത് കയറുമ്പോൾ നീ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും ബർക്കത്തുണ്ടാകും. വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാ, ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ. ബറക്കത്ത് വേണോ? വണ്ടിക്കകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വീട് കഷ്ടപ്പെട്ട് ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും വെച്ച വീട് എന്തിന്? സമാധാനം കിട്ടാൻ. സമാധാനം കിട്ടാൻ. ആ വീടിനകത്ത് സമാധാനം വേണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒന്ന് തല താഴ്ത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ, ആ വീടിനകത്ത് കയറിയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്കത് നിലനിന്ന് കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് സമ്പത്തായാലും ഏത് കാര്യമാണെങ്കിലും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ? ഈ മാഷാ അല്ലാഹ് മുറുകെ പിടിച്ചോ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? എന്തു പറയണം? മാഷാ അല്ലാഹ് ഖുർആനിൻ്റെ ആയത്ത, ആ ഓർമ്മ കൂടെ വേണം. വെറും മാഷാ അല്ലാഹ് ആവരുത്. മാഷാ അല്ലാഹ് കാറ്റ കാണിച്ചിട്ട് പോവാ, എല്ലാം റെഡി ആയിട്ടുണ്ടടാ ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ, ഓക്കെ. എല്ലാവരും ജയിച്ചിട്ട് വന്ന് കാണിച്ചിട്ട് പോത്തില്ല. ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കാണാം, 5 കൊല്ലം കഴിഞ്ഞാണ്. അതല്ല, ഒരൊറ്റപ്പറച്ച മാഷാ അല്ലാഹ്ക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഒരാക്കിയിട്ടൊരർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് കേട്ടാ, നിനക്ക് ഞാൻ തിരിച്ചു തരാൻ കാത്തിരുന്നോ നീ എന്ന് പറയണ പോലെ. അങ്ങനല്ല, നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ മറന്നുപോയാൽ മറക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ട് നന്ദി രേഖപ്പെടുത്താതവർ മറന്നു നടക്കുന്നവർ, നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയാമെന്ന് സൂചിപ്പിച്ചതല്ല, പിന്നെയോ നാം തന്നെയാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് നമ്മളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. റബ്ബ് തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കല് പറയണം സഹോദരാ. നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഈ വീട് കിട്ടിയത് എങ്ങനെയെന്നറിയോ? ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്നതാ. എങ്ങനെ പറയണം? അള്ളാഹു തന്ന അനുഗ്രഹം അത് എടുത്തു പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടേ, ഞാൻ പറയാറില്ലേ, ഞാനിവിടെ എത്തിയത് എങ്ങനെയാ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ? അല്ല, അള്ളാഹ് എനിക്ക് ഇത് നിഅമത്ത്. നിങ്ങൾ ഓരോരുത്തരും ജമാഅത്തിൻ്റെ പ്രസിഡന്റ് എങ്ങനെ ആയതാ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ. അള്ളാഹ് കൊടുത്ത ഒരു അവസരം, നന്മ. അള്ളാഹു തന്നത് എടുത്തു പറയുന്നത് അത് നിലനിൽക്കാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനാടാ ഈ പള്ളി കെട്ടിക്കൊടുത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറയണമെന്നല്ല. അള്ളാഹു ചെയ്തത് പറയുന്നത് ഖുർആൻ പറയാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ ദുൽഖർനൈനി എന്നിവർ അള്ളാഹു അനുഗ്രഹങ്ങളെ ഓർത്തിട്ടവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് ഖുർആൻ അവിടെന്ന് പറയുകയാണ്. അവരുടെ ചരിത്രങ്ങൾ പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ, അതുപോലെ കാറൂനും മറന്ന ചരിത്രവും അള്ളാഹു പറയുന്നുണ്ട്. ഈ ലോകം മുഴുവനും കൈപ്പിടിയിലാക്കി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം, പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും സുലൈമാൻ നബി അള്ളാഹനെ മറന്നില്ല. പക്ഷേ കാറൂനുണ്ടല്ലോ, അവന് പണം കിട്ടിയപ്പോൾ അവൻ അള്ളാഹുവിനെ മറന്നവനാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദാ ഖാല ഹാദാ മിൻ ഫളിലി റബ്ബി ലിയബ്ലുവനി അൻ അസ്കുറ അം അക്ഫുർ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തല്ലോ. സുലൈമാൻ നബിയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം. പടച്ചവനെ കാറ്റിനോട് സംസാരിച്ച പ്രവാചകന് പടച്ചവന് ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തല്ലോ. ഉറുമ്പുകളുടെ ശബ്ദം കേൾക്കാം, ഉറുമ്പുകളോട് സംസാരിക്കാം. പടച്ചവനെ മരംകൊത്തിയോട് സംസാരിച്ച പ്രവാചകൻ അള്ളയെല്ലാം ഒരുക്കി കൊടുത്തല്ലോ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഖാല ഹാദാ മിൻ ഫളിലി റബ്ബി. ഇത് റബ്ബനിക്ക് തന്ന അനുഗ്രഹമാണ്. പറയുകയാ, എൻ്റെ കഴിവല്ല, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ പവർ കൊണ്ട് കിട്ടിയതല്ല, ഇതെല്ലാം അല്ലാഹ് എനിക്ക് നൽകിയതാ. പലരുടെയും വീടിൻ്റെ മുന്നിൽ മനോഹരമായ ഒരു വീട് എഴുതി വെച്ചിട്ട്, ഒരു വീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ പലരുടെയും വീടിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിലി റബ്ബി. ഇതെൻ്റെ റബ്ബനിക്ക് നൽകിയ ഔദാര്യമാ. പലരുടെയും വീടിന്റെ മുന്നില് പടച്ചവനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിലി റബ്ബി. ഇതെന്റെ റബ്ബനിക്ക് നൽകിയ ഔദാര്യം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തേ പറഞ്ഞത്? ഹാദാ മിൻ ഫളിലി റബ്ബി, ഇതെന്റെ റബ്ബനിക്ക് നൽകിയത്, അല്ലാതെ എന്റേതല്ല. കാറൂൻ എന്താ പറഞ്ഞേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞതൊക്കെ അല്ലാഹ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടത്, അല്ലാതെ എൻ്റെ ഒന്നുമല്ല. ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ദുൽഖർനൈനി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈനിയുടെ ചരിത്രം അവിടെ നിന്ന് പറയുന്നുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത് ഹാദാ ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമായി എനിക്ക്. അവരെങ്ങനെ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത്? അവർക്ക് അല്ലാഹു സർവ്വതും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് റബ്ബനിക്ക് തന്നത്, ഇത് റബ്ബനിക്ക് തന്ന ഔദാര്യം, ഇത് റബ്ബനിക്ക് നൽകിയ കാരുണ്യം. എങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, കാല ഇന്നമാ
ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈ ലോകത്തിന്റെ ചക്രവർത്തിയായ സുലൈമാൻ നബി, ആ സുലൈമാൻ നബി പറഞ്ഞു, അല്ല എനിക്ക് തന്നതാണ്, ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്, ഇത് അല്ല തന്ന ഔദാര്യമാണ്. ദുൽഖർനൈനി എന്ന് പറയുന്ന ചക്രവർത്തി പറയുകയാ, ഇത് റബ്ബിനിക്ക് തന്ന കാരുണ്യമാണ്. എന്നാ കാറൂനുണ്ടല്ലോ, സമ്പന്നനായ, അല്ല ഒരുപാട് പണം കൊടുത്ത, അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്ത, പാവപ്പെട്ടവനായിട്ട് പണക്കാരനായ കാറൂനുണ്ടല്ലോ, ആ കാറൂൻ പറഞ്ഞതെന്താ? കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. എന്റെ കൈവശമുള്ളത് എന്റെ വിദ്യ കൊണ്ട് മാത്രം ഞാൻ നേടിയതാണ്, ഇതെന്റെ ബുദ്ധി കൊണ്ട് നേടിയതാണ്, ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് റബ്ബ് തന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചരിത്രമറിയുമല്ലോ, മുൻകഴിഞ്ഞ ക്ലാസ്സിൽ കാറൂനിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഫഖസഫിനാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആ കാറൂനിനെയും കാറൂനിന്റെ സർവ്വതും ഭൂമിയങ്ങ് വിഴുങ്ങുകയാ. കാറൂൻ എന്താ പറഞ്ഞ്? ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ. അതങ്ങനെ പറഞ്ഞപ്പോ അവനും അവന്റെ സർവ്വ സാമ്രാജ്യവും മണ്ണിനടിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഒരു മാഷാ അല്ല പറഞ്ഞ അല്ലാഹു തന്നത് പടച്ചവൻ നിലനിർത്തി തരും. ഒരു മാഷാ അല്ല പറഞ്ഞാൽ, മാഷാ അല്ല പറഞ്ഞാൽ നിനക്ക് അല്ലാഹു തന്നതിൽ ബർക്കത്ത് ചെയ്യും. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ പോയി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനാ പറഞ്ഞ. ഞാൻ ഇന്നൊറ്റ ഹദീസ് പറഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും ഒറ്റ ഹദീസ് പോലും പറഞ്ഞില്ല. ഓതിയത് മുഴുവനും അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. മാഷാ അല്ലാ നിൻ്റെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. അൽഹംദുലില്ലാ എന്തു പറയുമ്പോഴും അല്ല നിനക്ക് ചെയ്ത നിഅമത്ത മറന്നു പോകരുത്. അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല ഉദ്ദേശിച്ചതാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ എൻ്റെ കഴിവല്ല. ഇനി ഒന്ന് മാഷാ അല്ല പറയണം. രണ്ട്, മാഷാ അല്ല പറയുന്നത് എന്തിനാ? എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ എറിയ പറ മനുഷ്യ. എന്തിനാ മാഷാ അല്ലാ പറയണേ? എന്തിനാ? സുബ്ഹാനല്ലാ, പറ മാഷാ അല്ലാ എന്തിനാ പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. എന്തിന്? എന്തിന്? എഴുന്നേറ്റ് വന്നു, എഴുന്നേറ്റ്. എന്തിനാ മാഷാ അല്ലാ പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. ഒരു മാഷാ അല്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്തിനാ പറയണേ? നിലനിൽക്കാൻ. ബർക്കത്ത് കിട്ടിയാൽ മാത്രം. ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കത്ത് കിട്ടി, അൽഹംദുലില്ലാ. ഒരിത്തിരി ചോറെടുത്തു, ഒരല്പം പാത്രം എടുത്തു, ഭക്ഷണം എടുത്തു, അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യണേ. അല്ലാ വിളമ്പി എല്ലാവർക്കും തികഞ്ഞു, തീർന്നു. പക്ഷേ നിലനിൽക്കണ്ടേ? അതിനെന്ത് പറയണം? മാഷാ അല്ലാ ലാ ഖുവത. അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലോ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിലോ സർവ്വതും പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഈ സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചതാണ്
തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളഞ്ഞാ പോരാ. ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്, ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്. ഈ പഠിച്ച ഇൽമ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയാൻ വേണ്ടിയല്ല. ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഇവിടെ വന്നിരുന്നിട്ട് പടച്ചവനെ 1.5 മണിക്കൂർ ഒരുപാട് നന്മകൾ കേൾക്കുന്നുണ്ട്. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കളയലല്ല. ഈ കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നിങ്ങൾ ചെയ്യണം. ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, ഇക്കാ ഇന്നെന്തേ ഉസ്താദ് പറഞ്ഞു തന്നത്? അങ്ങനെയുള്ള ഭർത്താവാകാൻ പഠിക്ക്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന് ഉസ്താദ് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു തന്ന കാര്യമിതാ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നീ നാട്ടുകാരോടും കുടുംബക്കാരോടും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു പഠിച്ച ഇൽമല്ലേ, അത് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ നന്മ ചെയ്യണം, ഇത് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുത്താ അല്ലാഹുവേ എത്ര വലിയ പ്രതിഫലമെന്നറിയുമോ? എത്ര വലിയ ഭാഗ്യമാ ഈ പറയുന്ന നന്മ. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളാരെങ്കിലും ആയിരക്കണക്കിന് പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാ തയ്യാറായാൽ അല്ലാഹുവേ ഉസ്താദ് പറഞ്ഞതാണല്ലോ, ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ മാഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പാവപ്പെട്ട എൻ്റെ വാഴ കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടു സഹോദരാ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അല്ലാഹുവിൻ്റെ സ്വർഗം നേടാൻ പടച്ചവൻ എനിക്ക് സ്വർഗം തരാൻ ആ ഒരു നന്മ കാരണമാവുകയാ. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളും അങ്ങനെയാകണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിന്റെ അയൽവാസിയോട് പറഞ്ഞു, നിന്റെ മക്കള് നിന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇത് പറഞ്ഞ എനിക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹുവേ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാതെ രണ്ടും ഇങ്ങനെ ഇൽമുകൾ കേൾക്കുന്നുണ്ട്. മസലുൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, അതാ കഴുത ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടന്നാ പോരാ. അതാ പഠിച്ച ഇൽമ ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം, ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങൾ 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എപ്പോൾ ദുആ ചെയ്താലും മുത്തുനബി അവിടുന്ന് റബ്ബിനോട് പറയുമായിരുന്നു. 4 കാര്യങ്ങൾ ചോദിക്കാതെ മുത്തുനബി ദുആ അവസാനിപ്പിക്കാറില്ല. ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. എന്തിനെ തൊട്ടെന്നറിയുമോ? അല്ലാഹുവേ പ്രയോജനമില്ലാത്ത അമൽ, ജീവിതത്തിൽ ചെയ്യാത്ത അമൽ, ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ നല്ലതുപോലെ
സൂക്ഷിക്കണം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പ്രയോജനമില്ലാത്ത അമലുകളെ തൊട്ട് നീ ഇൽമിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ ആരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അറിവ്, പടച്ചവനെ സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് കാവലിനെ ചോദിക്കണമെന്നാണ്